ഹാഡിയേഴ്സ് കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി കിസാറ്റ് 2024 അവരുടെ ബിടെക്കിൻ്റെ തേർഡ് സ്പോട്ട് അഡ്മിഷൻ നടത്താൻ പോവുകയാണ്. സോ നമുക്കതിൻ്റെ ഇൻസ്ട്രക്ഷനൊക്കെ നോക്കാം. അപ്പോൾ ഫസ്റ്റും സെക്കൻഡും ഒക്കെ കഴിഞ്ഞു സ്പോട്ട്, ഇനി തേർഡാണ്. നമുക്ക് കീമിൽ വരുമ്പോൾ എന്തായാലും തീർച്ചയായിട്ടും കിസാറ്റിൽ കുറച്ചും കൂടി സീറ്റ് വേക്കൻസി വരും. അപ്പോൾ കിസാറ്റ് നിങ്ങൾക്ക് അറിയാമല്ലോ, വെബ്സൈറ്റിൽ അവരുടെ സീറ്റ് വേക്കൻസി പബ്ലിഷ് ചെയ്യാറുണ്ട്. അപ്പോൾ നമുക്ക് ഈ സ്പോട്ട് അഡ്മിഷൻ ഡേറ്റ് എന്താണെന്നും അതുപോലെ തന്നെ സ്ഥലം എവിടെയാണെന്നൊക്കെ നോക്കാം. അപ്പോൾ നമുക്കിപ്പോൾ നിലവിൽ സ്പോട്ട് അഡ്മിഷൻ പറഞ്ഞേക്കുന്നത് 10-ാം തീയതിയാണ്. അപ്പോൾ നിങ്ങൾക്ക് 10-ാം തീയതി വരെ വെബ്സൈറ്റ് നോക്കിയിട്ടുണ്ടെങ്കിൽ ആ ഒരു സ്റ്റാറ്റസ്, എത്ര സീറ്റുകൾ വേക്കൻസി വന്നിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും കേട്ടോ. ഏതൊക്കെ കോഴ്സിൽ ഏതൊക്കെ സീറ്റുകൾ അവിടെ വേക്കൻസി ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ നമുക്ക് മെറിറ്റ് സീറ്റുകൾ എല്ലാവർക്കും ക്ലെയിം ചെയ്യാം. പക്ഷേ റിസർവേഷൻ സീറ്റുകൾ അവിടെ മെൻഷൻ ചെയ്തിട്ടില്ല, കൺവേർട്ട് ചെയ്യുന്നു എന്നുള്ളത് മെൻഷൻ ചെയ്തിട്ടില്ല എങ്കിൽ ആ ഒരു റിസർവേഷനിലുള്ളവർക്ക് തന്നെയാണ് കൊടുക്കുന്നത് കേട്ടോ. നമുക്കങ്ങനെ സീറ്റുകൾ കിസാറ്റിൽ വേക്കൻസി കാണാറില്ല. SC STയുടെ ചില സീറ്റുകൾ മാത്രമാണ് വേക്കൻസി വരാറ്. അത് സാധാരണ OECയിലേക്കാണ് കൺവേർട്ട് ചെയ്യാറ്. പക്ഷേ അതിനെ പറ്റിയിട്ട് കിസാറ്റ് ഇപ്പോൾ നിലവിൽ മെൻഷൻ ചെയ്തിട്ടില്ല. ആ ഒരു ടൈമിൽ എങ്ങനെയാണെന്നുള്ള ഡിസിഷൻ യൂണിവേഴ്സിറ്റിയാണ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിൽ ഈ ഒരു ബിടെക് സ്പോട്ടിൻ്റെ കാര്യം പറയുമ്പോൾ കിസാറ്റിൻ്റെ കാറ്റ് റാങ്കിൽ വന്നവർക്ക് മാത്രമാണ് ഈ ഒരു സ്പോട്ടിൽ പങ്കെടുക്കാനായിട്ട് പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ 1 മുതൽ 17,790, അതായത് കിസാറ്റ് കാറ്റ് റാങ്കിൽ ഉൾപ്പെട്ടേക്കുന്ന എല്ലാവരെയും വിളിച്ചിട്ടുണ്ട്. 10/9/2024 വിളിച്ചേക്കുന്നത്. സ്ഥലം എന്ന് പറയുന്നത് സെമിനാർ കോംപ്ലക്സ് തന്നെയാണ്, നിയർ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസ്, കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി, സൗത്ത് കളമശ്ശേരി. അപ്പോൾ ആ ഒരു സ്ഥലത്ത് നിങ്ങളെത്താം. രജിസ്ട്രേഷൻ ടൈമുണ്ട് കേട്ടോ. ചെല്ലണവർക്ക് ആദ്യം തന്നെ രജിസ്ട്രേഷൻ ചെയ്യണം. ആ ഒരു ടൈം 9 മണി മുതൽ 10 മണി വരെയുള്ള ടൈമാണ്. അപ്പോൾ ആ ഒരു 10 മണി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ രജിസ്ട്രേഷൻ പറ്റുകയില്ല. സ്പോട്ടിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനും സാധാരണ സാധിക്കാറില്ല കേട്ടോ. അപ്പോൾ നമുക്ക് 10-ാം തീയതി 10 മണിക്ക് മുമ്പായിട്ട് തന്നെ ഈ ഒരു വെന്യൂവിൽ നിങ്ങൾ എത്തിച്ചേരാൻ ശ്രമിക്കും. ഇപ്പോൾ നമ്മൾ കീവിൻ്റെയൊക്കെ അലോട്ട്മെൻറ്റ് വരുന്നുണ്ടല്ലോ. സോ നമുക്ക് സീറ്റ് വേക്കൻസി കിസാറ്റിൽ കാണാറുണ്ട്. നിങ്ങൾക്ക് അപ്പോൾ അതിലേക്ക് നിങ്ങളുടെ റാങ്ക് അനുസരിച്ചിട്ട് അലോട്ട്മെൻറ്റ് കിട്ടും കേട്ടോ. എപ്പോഴും പറയണ പോലെ നിങ്ങൾക്ക് പേഴ്സണലി ഒരു ലെറ്റർ ഒന്നും കിസാറ്റിൽ നിന്ന് അയക്കൂല. വെബ്സൈറ്റിലുള്ള നോട്ടിഫിക്കേഷനാണ് നിങ്ങൾ നോക്കേണ്ടത്. ചിലപ്പോൾ നിങ്ങൾക്ക് മെയിൽ വന്നിട്ടുണ്ടാവും. നിങ്ങളുടെ പ്രൊഫൈലിൽ മെസ്സേജ് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളതും നിങ്ങൾ നോക്കുക കേട്ടോ. ഇനി നേരത്തെ പറഞ്ഞ പോലെ 10 മണിക്ക് മുമ്പായിട്ട് തന്നെ സ്പോട്ട് അഡ്മിഷനിൽ പങ്കെടുക്കാനായിട്ട് ചെല്ലുക. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അനുവദിക്കില്ല എന്നുള്ളതാണ് സെക്കൻഡ് പോയിൻ്റ് പറഞ്ഞേക്കുന്നത് കേട്ടോ. തേർഡ് പോയിൻ്റ്, ഈ തേർഡ് സ്പോട്ട് അഡ്മിഷനിൽ ആരൊക്കെ എലിജിബിൾ ആണ് എന്നുള്ള കാര്യമാണ്. ഒന്നാമത്തെ കാര്യം, നിങ്ങൾക്ക് ഇതുവരെ ഒരു അലോട്ട്മെൻറ്റ് കിസാറ്റിൽ കിട്ടിയിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു തേർഡ് സ്പോട്ടിൽ പങ്കെടുക്കാം. ഇനി നിങ്ങൾ ഒരു അലോട്ട്മെൻറ്റ് കിട്ടിയതാണ്, പക്ഷേ നിങ്ങൾക്ക് കിട്ടിയേക്കുന്ന ചിലപ്പോൾ ഈസിയാണ്, നിങ്ങൾക്ക് CS മാറണം, അല്ലെങ്കിൽ സിവിലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ECയിലേക്ക് മാറണം. അങ്ങനെയൊക്കെ ഉള്ളവർക്കും ഈ ഒരു സ്പോട്ടിൽ പങ്കെടുക്കാം. അതായത് ഓൾറെഡി അലോട്ട്മെൻറ്റ് കിട്ടിയവർക്കും ഈ സ്പോട്ടിൽ പങ്കെടുക്കാനായിട്ട് സാധിക്കും. ഇനി നിങ്ങൾ കിസാറ്റിൻ്റെ കാറ്റ് റാങ്കിൽ വന്നാണ്, പക്ഷേ നേരത്തെ ഒന്നും ഓപ്ഷനൊന്നും കൊടുത്തില്ല, ഫസ്റ്റ് സ്പോട്ടിലും പങ്കെടുത്തില്ല, സെക്കൻഡ് സ്പോട്ടിലും പങ്കെടുത്തില്ല എങ്കിൽ പോലും നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഒരു തേർഡ് സ്പോട്ടിൽ പങ്കെടുക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്കും ഈ തേർഡ് സ്പോട്ടിൽ പങ്കെടുക്കാനായിട്ട് സാധിക്കും. ഇനി നിങ്ങൾക്ക് നേരത്തെ ഒരു അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു, പക്ഷേ നിങ്ങൾ ഫീസ് അടക്കാത്തത് കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടോ നിങ്ങളുടെ അലോട്ട്മെൻറ്റ് ക്യാൻസലായി പോയിട്ടുള്ളവർക്കും ഈ തേർഡ് സ്പോട്ടിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ. നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു 5th പോയിൻ്റ് പറഞ്ഞേക്കുന്നത് സെയിം തന്നെയാണ്. നിങ്ങൾക്ക് നേരത്തെ ഒരു അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു, പക്ഷേ നിങ്ങൾക്ക് എന്തെങ്കിലും കാരണവശാൽ അത് റിജക്റ്റ് ആയിപ്പോയി. അത് നോട്ട് ബിക്കോസ് ഓഫ് എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഇത് ചെയ്യാത്തത് കൊണ്ടല്ല. ചിലപ്പോൾ ചില റിസർവേഷൻസ് ഒക്കെ ക്ലെയിം ചെയ്തിട്ടുണ്ടാവും. എന്നിട്ട് സർട്ടിഫിക്കറ്റ് അവർക്ക് കറക്റ്റായിട്ട് ഹാജരാക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല. അപ്പോൾ അവരുടെ ആ ഒരു ഇത് ക്യാൻസലായി പോകും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഇപ്പോൾ റിസർവേഷൻ ആ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ റിസർവേഷൻ സീറ്റിലേക്ക് നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങളെ ജനറലായിട്ട് പരിഗണിക്കുക. അപ്പോൾ ഓൾറെഡി നിങ്ങൾക്കൊരു അലോട്ട്മെൻറ്റ് കിട്ടി, പക്ഷേ നിങ്ങൾക്കത് ക്യാൻസലായി സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ്റെ സമയത്ത് ഈ പറയുന്ന പോലെ എലിജിബിലിറ്റി അല്ലാത്ത വേറെ ഏതെങ്കിലും കാരണങ്ങൾ കൊണ്ട് ക്യാൻസലായി പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും ഈ ഒരു സ്പോട്ടിൽ പങ്കെടുക്കാനായിട്ട് സാധിക്കും കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾക്കൊരു അലോട്ട്മെൻറ്റ് കിട്ടി, പക്ഷേ നിങ്ങൾ ഫീസ് അടച്ചില്ല, അങ്ങനെ നിങ്ങളുടെ അഡ്മിഷൻ ക്യാൻസലായി പോയവർക്കും ഈ ഒരു സ്പോട്ടിൽ പങ്കെടുക്കാം. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ കിസാറ്റിൻ്റെ കാറ്റ് റാങ്കിൽ വന്നേക്കുന്ന എല്ലാവർക്കും ഈ ഒരു സ്പോട്ടിൽ പങ്കെടുക്കാം. അലോട്ട്മെൻറ്റ് കിട്ടിയവർക്കും കിട്ടാത്തവർക്കും അലോട്ട്മെൻറ്റ് കിട്ടിയിട്ട് റിജക്റ്റ് ആയി പോയവർക്കും എല്ലാം തന്നെ ഈ ഒരു സ്പോട്ടിൽ പങ്കെടുക്കാനായിട്ട് സാധിക്കും കേട്ടോ. ഇനി എലിജിബിൾ അല്ലാത്തവർ ആരൊക്കെയാണെന്നുള്ളത് നോക്കാം. Who took admission in first or second spot admission and not remitted the, അതായത് ഫീസ് അടക്കാതെ പോയവർ. നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടി, പക്ഷേ
ആ ഒരു ആവശ്യപ്പെട്ട ബാലൻസ് ഫീസ് അടക്കാതെ പോയവർ. ഓക്കെ, ഇനി ബാക്കി ഒരു കാര്യം, കാൻഡിഡേറ്റ്സ് ഹു റിസീവ് അലോട്ട്മെൻറ്റ് ഏർലിയർ ആൻഡ് റിജക്റ്റഡ് ബൈ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ബിക്കോസ് ഓഫ് എലിജിബിലിറ്റി. നിങ്ങൾക്ക് ഇപ്പോൾ ഇന്ന കോഴ്സിന് ഇത്ര അതായത് ഇപ്പോൾ ബിടെക് ആണെങ്കിൽ ഇത്ര പെർസെൻറ്റേജ് ഓഫ് മാർക്ക് മാത്സിന് ഫിസിക്സിനൊക്കെ വേണം, അങ്ങനെയൊക്കെ പറയുന്നുണ്ടല്ലോ, അങ്ങനെയുള്ള എലിജിബിലിറ്റി. അപ്പോൾ ആ ഒരു എലിജിബിലിറ്റി നിങ്ങൾക്ക് ഇല്ല എങ്കിൽ നിങ്ങൾക്കും ഈ ഒരു സ്പോട്ടിൽ പങ്കെടുക്കാനായിട്ട് സാധിക്കില്ല കേട്ടോ. ബാക്കി എല്ലാവർക്കും സ്പോട്ടിൽ പങ്കെടുക്കാനായിട്ട് സാധിക്കും. പിന്നെ നിങ്ങൾക്കറിയാമല്ലോ ഇത് സ്പോട്ടാണ്. സോ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ്, ഇപ്പോൾ നിങ്ങൾക്കിപ്പോൾ സർട്ടിഫിക്കറ്റിൻ്റെ കാര്യം പറയുമ്പോൾ ഇപ്പോൾ നിങ്ങൾ കീമിൽ എവിടെയെങ്കിലും അഡ്മിഷൻ എടുത്തേക്കുവാണ്, പക്ഷേ നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ സർട്ടിഫിക്കറ്റ് ഇല്ല എങ്കിൽ നിങ്ങൾക്ക് ആ ഒരു 2 ദിവസമൊക്കെ ക്വിസായിട്ട് തരാറുണ്ട് സർട്ടിഫിക്കറ്റ് ഹാജരാക്കാനായിട്ട്. അതിനായിട്ട് നിങ്ങൾ കോളേജിൽ അഡ്മിഷൻ എടുത്തേക്കണ ആ ഒരു സ്ലിപ്പ് കാണിച്ചാലും മതിയാവും. പക്ഷേ സർട്ടിഫിക്കറ്റ് ഫീസ് അന്ന് തന്നെ അടക്കണം കേട്ടോ. ഫീസ് അടച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടില്ല. ഇനി വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ആ ഫീസ് അടച്ചിട്ട് നിങ്ങൾ സർട്ടിഫിക്കറ്റ് ഹാജരാക്കാൻ പറ്റിയില്ലെങ്കിൽ ചിലപ്പോൾ ഫീസ് തിരിച്ച് കിട്ടണമെന്ന് നിർബന്ധമില്ല കേട്ടോ. നിങ്ങൾക്ക് കിസാറ്റിൻ്റെ റീഫണ്ട് പോളിസി അറിയാമല്ലോ, അവർ ആ ഡേറ്റ് ഇട്ടിട്ടുണ്ട്. ഞാനിപ്പോൾ ആ ഡേറ്റ് എത്രയാണെന്നുള്ളത് ഓർക്കുള്ള. അപ്പോൾ ആ ഒരു ഡേറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഫീസ് കംപ്ലീറ്റ് ആയിട്ട് തിരിച്ച് കിട്ടണമെന്നൊന്നുമില്ല കേട്ടോ. ചെറിയൊരു എമൗണ്ടൊക്കെ ആയിരിക്കും ചിലപ്പോൾ കിട്ടുന്നത്. അത് കൺഫേം ചെയ്തിട്ട് മാത്രം നിങ്ങൾ ഫീസൊക്കെ അടക്കുക. മനസ്സിലായല്ലോ? നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു 2 ദിവസമോ 3 ദിവസമൊക്കെ ചിലപ്പോൾ അനുവദിച്ചേക്കും. സ്പോട്ടിൽ പങ്കെടുത്തിട്ട് ഇന്ന സ്ഥലത്ത് സർട്ടിഫിക്കറ്റ് ആണ് എനിക്ക് വാങ്ങിച്ചു തരാൻ സമയം തന്നെ എന്ന് പറഞ്ഞാൽ അവർ ചിലപ്പോൾ സമയമൊക്കെ തരും. പക്ഷേ ഫീസ് നിങ്ങൾ അന്ന് തന്നെ അടയ്ക്കണം. ഇനി നിങ്ങൾ ഫീസ് അടച്ചിട്ട് നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് ഹാജരാക്കാൻ പറ്റിയില്ല എങ്കിൽ നിങ്ങൾക്ക് എന്തായി പോകും, ചിലപ്പോൾ ഫീസ് ആ ഫുൾ എമൗണ്ട് ഒന്നും തിരിച്ച് കിട്ടില്ല കേട്ടോ. അത് തിരിച്ച് കിട്ടില്ല എന്ന് പറഞ്ഞാൽ കിസാറ്റിൻ്റെ റീഫണ്ട് പോളിസിയിൽ ഡേറ്റ് ഇട്ടിട്ടുണ്ട്. ആ ഡേറ്റിൽ എത്ര പെർസെൻറ്റേജ് കിട്ടും എന്നുള്ളത് ഇട്ടിട്ടുണ്ട്. അതനുസരിച്ചിട്ടാണ് തിരിച്ച് കിട്ടുള്ളൂ എന്നുള്ള കാര്യം ഓർക്കുക കേട്ടോ. പിന്നെ ഒരു കാര്യമുള്ളത്, ദർ വിൽ ബി മൾട്ടിപ്പിൾ റൗണ്ട് ഓഫ് തേർഡ് സ്പോട്ട് അഡ്മിഷൻ. അതായത് വേക്കൻസി അനുസരിച്ചിട്ട് തേർഡിൻ്റെ ഫസ്റ്റ് റൗണ്ട്, സെക്കൻഡ് റൗണ്ട്, അങ്ങനെ മൾട്ടിപ്പിൾ റൗണ്ടുകൾ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു നിങ്ങൾ അതൊന്ന് ശ്രദ്ധിക്കുക. നിങ്ങളുടെ പ്രൊഫൈൽ നോക്കുകയും വെബ്സൈറ്റ് റെഗുലറായിട്ട് നോക്കുകയും എന്തെങ്കിലും ഇൻഫർമേഷൻ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ എന്നുള്ളതൊക്കെ ഈ ഒരു കറക്റ്റായിട്ട് തന്നെ ആ ഒരു സ്പോട്ടിൻ്റെ സമയത്ത് കാര്യങ്ങൾ നോക്കുക കേട്ടോ. കാരണം എന്തെങ്കിലും കാരണവശാൽ ഈ ഓൾറെഡി അഡ്മിഷൻ എടുത്തവർ ക്യാൻസലാക്കി പോകുന്ന അനുസരിച്ചിട്ട് രജിസ്റ്റർ ചെയ്തവർക്ക് ആ റാങ്കിൽ നിൽക്കുന്നവർക്ക് അലോട്ട് ചെയ്ത് കിട്ടും. അപ്പോൾ നിങ്ങളത് ആ ഒരു 10-ാം തീയതി ആണെങ്കിലും ഇനി അതിന് പിറ്റേ ദിവസമാണെങ്കിലും ഒക്കെ നിങ്ങളൊന്ന് വെബ്സൈറ്റ് ഒന്ന് നോക്കിയേക്കുക കേട്ടോ. വെബ്സൈറ്റ് നിങ്ങളുടെ പ്രൊഫൈലൊക്കെ ഒന്ന് നോക്കിയേക്കുക കേട്ടോ. എന്ന് വെച്ചാൽ നമുക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഫീസ് ആ 24 മണിക്കൂർ എന്ന് വെച്ചാൽ അങ്ങനെയല്ല, അന്ന് തന്നെ അടച്ചില്ലെങ്കിൽ നമുക്ക് ആ അഡ്മിഷൻ ക്യാൻസലായി പോകും. അപ്പോൾ നമ്മുടെ പ്രൊഫൈൽ നോക്കണം നമുക്ക് അലോട്ട്മെൻറ്റ് എന്തെങ്കിലും ഉണ്ടോ എന്ന് കേട്ടോ. ഓക്കെ, ഇനി രജിസ്ട്രേഷൻ ഫോർ ഈച്ച് റൗണ്ട് നീഡ് ടു ഡൺ വെൻ അനൗൺസ്മെൻറ്റ് ഡ്യൂറിങ് ദ സ്പോട്ട് അഡ്മിഷൻ പ്രോസസ്സ്. അപ്പോൾ ഓരോ ടൈമിലും ഈ ഒരു സ്പോട്ട് അഡ്മിഷൻ എന്ന് പറയുമ്പോൾ രജിസ്ട്രേഷൻ നിർബന്ധമാണ്. ഇപ്പോൾ ഈ രജിസ്ട്രേഷൻ പറഞ്ഞേക്കണം അവിടെ ചെന്നിട്ട് 9 മണി മുതൽ 10 മണി വരെയുള്ള സമയമാണ് തേർഡ് സ്പോട്ടിൻ്റെ രജിസ്ട്രേഷൻ പറഞ്ഞേക്കണം കേട്ടോ. അതുപോലെ തന്നെ ഹു അറ്റൻഡ് ദ പ്രീവിയസ് റൗണ്ട് ഓഫ് തേർഡ് സ്പോട്ട് അഡ്മിഷൻ ഓൺലി ബി പെർമിറ്റഡ് ടു രജിസ്റ്റർ ഫോർ നെക്സ്റ്റ് റൗണ്ട് ഓഫ് തേർഡ് സ്പോട്ട് അഡ്മിഷൻ. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഇപ്പോൾ തേർഡ് സ്പോട്ട് തന്നെ പല റൗണ്ടുകൾ ഉണ്ടാവുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യത്തെ റൗണ്ടിൽ പോയി രജിസ്റ്റർ ചെയ്തവർക്ക് മാത്രമായിരിക്കുള്ളൂ പിന്നെ ആ ഒരു തേർഡിൻ്റെ സെക്കൻഡ് റൗണ്ടും തേർഡ് റൗണ്ടൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു രജിസ്ട്രേഷൻ ചെയ്യാനും പാർട്ടിസിപ്പേറ്റ് ചെയ്യാനും ഒക്കെ സാധിക്കുള്ളൂ എന്നുള്ള കാര്യം ഓർക്കുക കേട്ടോ. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വെബ്സൈറ്റ് റെഗുലറായിട്ട് നോക്കാൻ പറയണം. ഞാനും പറയുവാണ്, 10-ാം തീയതി ആയിട്ട് വരെയാണെങ്കിലും അതുപോലെ തന്നെ 10-ാം തീയതി കഴിഞ്ഞിട്ടുള്ള 2 ദിവസങ്ങളിലൊക്കെ ആണെങ്കിലും നിങ്ങൾ ആ ഒരു വെബ്സൈറ്റും നിങ്ങളുടെ പ്രൊഫൈലും ഒക്കെ ഒന്ന് നോക്കുക കേട്ടോ. ഇനി പ്രോസ്പെക്ടസ് വായിക്കാൻ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ എലിജിബിലിറ്റി ക്രൈറ്റീരിയയ്ക്ക് വേണ്ടി. പിന്നെ കാറ്റ് റാങ്കിൻ്റെ ബേസിലായിരിക്കും നമുക്ക് അഡ്മിഷൻ കിട്ടുന്നത്. ആദ്യം വരുന്നവർക്ക് ആദ്യം എന്നുള്ള രീതിയിലല്ല, നമ്മുടെ കാറ്റ് റാങ്ക് എങ്ങനെയാണോ ആ രീതിയിലായിരിക്കും നമുക്ക് ആ ഒരു സ്പോട്ടൊക്കെ നടത്തുന്നത് കേട്ടോ. പിന്നെ നിങ്ങൾക്കിപ്പോൾ ഈ ഒരു അലോട്ട്മെൻറ്റ് കിട്ടിയിട്ട് നിങ്ങൾ ഓൾറെഡി ക്യുസാറ്റിൽ അഡ്മിഷൻ എടുത്തിട്ടുണ്ട്, നിങ്ങൾ സ്പോട്ടിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്കൊരു അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരത്തെ കിട്ടിയത് ക്യാൻസലായി പോകും, പുതുതായിട്ട് കിട്ടിയിലേക്ക് ചേരേണ്ട വരും കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങൾ ഫീസ് അടച്ചതാണ്, അങ്ങനെയാണെങ്കിൽ വീണ്ടും അടയ്ക്കേണ്ട. പക്ഷേ നിങ്ങൾക്ക് കൂടുതലായിട്ട് എന്തെങ്കിലും ഫീസ് വരുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ചിലവർ സ്റ്റേറ്റ് മെറിറ്റിൽ നിന്ന് ഓൾ ഇന്ത്യ മെറിറ്റിലേക്ക് വേറൊരു കോഴ്സിലേക്ക് ചിലപ്പോൾ പോകാനുള്ള ചാൻസ് ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ആ കൂടുതലായിട്ട് വരുന്ന ഫീസാണ് നിങ്ങൾ അടയ്ക്കണം കേട്ടോ. പിന്നെ അപ്പോൾ അത് അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അത് കറക്റ്റായിട്ട് നോക്കിയിട്ട് അങ്ങനെ എന്തെങ്കിലും ഫീസ് വരുന്നുണ്ടോ എന്നുള്ള കാര്യം നോക്കി നിങ്ങൾ അടയ്ക്കുക കേട്ടോ. പിന്നെ ഓക്കെ, അതാണ് നമ്മൾ ഇനി അടുത്തത് ഓരോ സർട്ടിഫിക്കറ്റിൻ്റെ കാര്യങ്ങളാണ്. അപ്പോൾ കറക്റ്റായിട്ട് തന്നെ ആ സർട്ടിഫിക്കറ്റിൽ 18ാമത് ഏതൊക്കെ സർട്ടിഫിക്കറ്റ് ആണെന്നുള്ളത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. സർട്ടിഫിക്കറ്റ് കറക്റ്റായിട്ട് തന്നെ കൊണ്ടുപോകുക കേട്ടോ. ഓക്കെ, ഇനി
ഒരു സ്റ്റാറ്റസാണ്. ഇനി നിങ്ങൾക്ക് ഇതിൽ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും എൻക്വയറീസ് ഉണ്ടെങ്കിൽ ഇതിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിൽ കോൺടാക്ട് ചെയ്യുക. അതുപോലെ തന്നെ ക്യാൻസലേഷൻ ഓഫ് അഡ്മിഷൻ ആൻഡ് റീഫണ്ട് പോളിസി എന്ന് പറഞ്ഞിട്ട് ഒരു ലിങ്കും കൊടുത്തിട്ടുണ്ട്. അതിൽ പോയിട്ടുണ്ടെങ്കിൽ, അതായത് കിസാറ്റിൻ്റെ വെബ്സൈറ്റാണ്, അതിൽ പോയിട്ടുണ്ടെങ്കിൽ ആ റീഫണ്ട് പോളിസി എത്ര ദിവസം വരെ നിങ്ങൾക്ക് ഫുൾ ഫീ കിട്ടും. പിന്നെ നിങ്ങളോട് പറയാനുള്ളത്, കീമിൽ നിങ്ങൾക്ക് ഒരു അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് കിസാറ്റിൻ്റെ ഇതിലേക്ക് മെയിൽ അയക്കുക റീഫണ്ടിന്. പിന്നെ റീഫണ്ട് പോളിസിക്കായിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ ആ ഇൻസ്ട്രക്ഷൻ അനുസരിച്ചിട്ട് നമ്മൾ കാര്യങ്ങളൊക്കെ ചെയ്യാം കേട്ടോ. ടേക്ക് കെയർ, സ്റ്റേ ബ്ലെസ്ഡ്. താങ്ക് യു.